ചെയ്യാത്ത സേവനത്തിന് വീണ വിജയൻ 2,70,00,000 രൂപ വാങ്ങി എന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറേ നാളുകളായി പുറത്തു വരുന്നുണ്ട്. അതിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? SFIO വന്നു, SFIO 2 തവണ ചെന്നൈയിലേക്ക് വീണയെ വിളിപ്പിച്ചു എന്ന് അതിൻ്റെ ഒന്നും തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ SFIOയുടെ കുറ്റപത്രം പുറത്തു വന്നിരിക്കുന്നു. ആ കുറ്റപത്രത്തിൽ വീണ പ്രതിയാണ്. 10 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങളാണ് വീണയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. പിണറായി വിജയന് മുന്നേ ഒരു പക്ഷേ മകളകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ വീണ വിജയൻ എന്തിനായിരിക്കും ഈ പണം ചെയ്യാത്ത സേവനത്തിന് വാങ്ങിയത്? അത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ അന്വേഷണ കമ്മീഷന്റെ പേര് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നതിൻ്റെ പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രോഡ് കേസ് അന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇവരുള്ളത്. സ്വാഭാവികമായിട്ട് ഫ്രോഡ് തന്നെയാണ് ഇവര്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യാത്ത പണിക്ക് കാശ് മേടിക്കുക എന്നുള്ളത് ഈ സഹോദരിയുടെ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ പണം വാങ്ങിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർ ചെയ്ത പണത്തിനുള്ള കൂലിയാണോ ഇവർ വാങ്ങിക്കുന്നത്? അത് അച്ഛൻ ചെയ്തിട്ടുള്ള സേവനത്തിൻ്റെ പ്രതിഫലം പറ്റിയാണോ? ഏതാണെങ്കിലും ഒരു പ്രതിഫലം പറ്റിയിട്ടുണ്ട്. 1.70 കോടി റുപ്യ 2.70 ആ കോടി റുപ്യ ഇവർ കൈപ്പറ്റി എന്നുള്ളത് വസ്തുതയാണ്. അത് ഇവർ കഴിഞ്ഞ 2024 ജാനുവരി മാസം തുടങ്ങിയിട്ട് അന്വേഷണം നടക്കുന്നതാണ്. പല പ്രാവശ്യം പല ആളുകളും വിളിച്ചു. CMRL ആളുകളെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. അവർ അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. വീണ വിജയനോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഇവർ മാത്രമല്ല, ഇവർക്കൊക്കെ പങ്കാളിത്തമുള്ള കേരള സ്റ്റേറ്റിൻ്റെ KSIDC എന്നൊരു സ്ഥാപനമുണ്ട്. കേരള ഗവൺമെൻറ് സ്ഥാപനമാണ്. അതിനകത്ത് 14% ഷെയർ ഈ പറയുന്ന CMRLൻ്റെ ഷെയറാണ് അതിനകത്തുള്ളത്. അതിനകത്ത് പലർക്കും ഷെയറുകളുണ്ട്. ഈ സ്ഥാപനത്തിനകത്ത് ആ സ്ഥാപനത്തിൻ്റെ ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ഈ SFIO. അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. കാരണം അവർക്കൊക്കെ പങ്കുണ്ട്. അവരൊക്കെ തന്നെ കണക്കിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതാണ്. അതിനകത്ത് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിൽ ഏകദേശം 14%-ഓളാണ് ഇവരുടെ ഷെയറുകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കേരള സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലാണ് അഴിമതി നടന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അത് ഈ തരത്തിൽപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ചില സ്ഥാപനങ്ങളെ വച്ച് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് പിണറായി വിജയനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിനി ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പറയുന്ന KSIDC എന്ന് പറയുന്ന സ്ഥാപനം ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ പ്രസ്ഥാനത്തിൽ നിന്ന് ഏകദേശം 150 കോടി റുപ്യയാണ് ഡെപ്പോസിറ്റ് വാങ്ങിച്ചത്. ആ പണം മടക്കി കൊടുത്തിട്ടുണ്ടോ? മടക്കി കൊടുത്തിട്ടില്ലല്ലോ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർ KSRTCക്ക് ലോൺ കൊടുത്തു എന്നാണ്. KSRTCക്ക് ലോൺ കൊടുത്ത ഇവിടെ ആരെ മടക്കി കൊടുക്കുക? അത് കൊടുക്കില്ലല്ലോ. എന്നിട്ട് ആ പറയുന്ന സന്യാസ മഠത്തിന് ഇവർ പലിശ കൊടുക്കുന്നുണ്ടോ? ഇവർ പലിശ കൊടുക്കുന്നില്ലല്ലോ. ആ പണം മടക്കി കൊടുക്കുന്ന വല്ല തെളിവുണ്ടോ അതിനെ സംബന്ധിച്ച്? ആ തെളിവില്ലല്ലോ. എന്ന് വെച്ചാൽ തട്ടിപ്പ് സ്ഥാപനമായിരിക്കുന്ന KSIDC. ഇന്ന് KSIDC എന്ന് പറയുന്ന കേരള സ്റ്റേറ്റിൻ്റെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അവരുടെ കൈവശമുള്ളത്? എന്ത് മൂലധനമാണ് അവർക്കുള്ളത്? അവരാളുകളിൽ നിന്ന് പണം വാങ്ങിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വാങ്ങിക്കുന്ന പണത്തിന് ഒരു പലിശ കൊടുക്കുന്നുണ്ടോ? അവർക്ക് പൊതുസമൂഹത്തോട് വല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ സർക്കാരിനോട് അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ഇങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് നടത്തുന്നൊരു ഏർപ്പാട്. അതിനകത്ത് നമ്മുടെ ഈ സഹോദരിയുടെ വീണ വിജയൻ്റെ സ്ഥാപനം കൂടി ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവരതിനകത്ത് അവരുടേതായിട്ടുള്ള പ്രതിഫലം അവർ പറ്റി. പ്രതിഫലം പറ്റുന്നതിന് ഒരു ജോലി ചെയ്യണം നിർബന്ധം എന്താ ഉള്ളേ? വീണ വിജയൻ ജോലി ചെയ്യണമെന്ന് ആരെങ്കിലും നിർബന്ധം പറഞ്ഞു? വീണ വിജയൻ്റെ സ്ഥാപനം നടത്തിയിരുന്നു ബാംഗ്ലൂര്. ആ സ്ഥാപനത്തിന് ടേൺ ഓവർ ഒന്നുമില്ല. അവിടെ ഒരു ജോലിയും നടന്നിട്ടില്ല. അന്ന് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ജോലി ചെയ്യാതെ കണ്ട് പണം പറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതവർ വീണ്ടും തുടർന്ന് വന്നിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സർക്കാരിനെ ഭയമുള്ള, സർക്കാരിന് കൈക്കൂലി കൊടുക്കാൻ സാധിക്കുന്ന നിരവധി ആളുകൾ അവിടെ കൊണ്ടുപോയിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങൾ, ഒന്ന് നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്ജ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 2 സ്ഥാപനങ്ങളും കൂടി അതിനകത്ത് പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 2 സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. ഈ 2 സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സ് ആരെന്ന് പരിശോധിക്കേണ്ടതാണ്. അത് ഈ പറയുന്ന CMRLൻ്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഭാര്യ അതിനകത്ത് മെമ്പറാണല്ലോ. ഈ ഭാര്യ എന്ന് പറയുന്ന ആരാണ്? കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ പിണറായി വിജയൻ സർക്കാരിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ സഹോദരിയാണ് അവർ. അതൊന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. ഇവർ വെളിപ്പെടുത്തട്ടെ, ഇവർ ചർച്ച നടത്തട്ടെ, അതിനെക്കുറിച്ച് ഇവരൊന്ന് പറയട്ടെ. അങ്ങനെ ഇല്ല എന്നുള്ള വിവരം അവർക്കൊക്കെ പങ്കുണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ടോ? ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതല്ലേ? അപ്പോൾ വീണ വിജയൻ എന്ന് പറയുന്ന ആള് ഞാൻ മനസ്സിലാക്കുന്നത് കേവലം ഒരു സ്ത്രീ അല്ല അവർ ശരിക്കുന്നത്. അത് കേരളം ഭരിക്കുന്ന ഇന്നത്തെ ഒരു മന്ത്രിയുടെ ഭാര്യ. അതിനകത്ത് കൂട്ടുപ്രതിയായിരിക്കുന്ന ആള് ഒരു മന്ത്രിയുടെ
സഹോദരിയായിരിക്കുന്ന ആള്, ഇങ്ങനെ ഒരു വലിയ, അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അങ്ങനെ ഇവരൊക്കെ കൂടി ചേർന്നുള്ള വലിയൊരു കൂട്ടുകൃഷിയാണത്. കേരളത്തെ ബോധപൂർവം നശിപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടുകൃഷി. ആ കൂട്ടുകൃഷിക്ക് മേലെയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം ഏർപ്പെടുത്തിയത്. സർ, പക്ഷെ ഇതിൽ അപ്പോഴും ഒരു വീണ വിജയന് പണം കൊടുക്കുന്നത് പിണറായി വിജയനെ സ്വാധീനിക്കാനായിരിക്കാം, അത്തരമൊരു ചില നിരീക്ഷണങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട പണം നമ്മൾ എടുത്ത് വേറൊരാൾക്ക് വെറുതെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ ഈ കൊടുത്ത ആൾക്ക് എന്തോ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കില്ലേ വീണ വിജയന്? ഇപ്പോൾ അദ്ദേഹത്തിന് ഡയറിയിൽ PV എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും പല ജേർണലിസ്റ്റുകളും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിനപ്പുറം കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് ഇത്രയും രൂപ കൊടുത്തത്. അതെന്തിനാണ് എന്ന് പറയാൻ ഇവർ മടിക്കുന്നത് എന്തിനാണ്? അല്ല, നേരെ കിട്ടിയ പണമാണെങ്കിൽ അതിൽ പറയാൻ മടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ആർക്കും പണം അവിഹിതമായി കിട്ടുന്ന, നേരെ കിട്ടുന്ന പണങ്ങളല്ല. ആ തരത്തിൽ പണം കൊടുത്ത് തന്നെയാണ് പല അംഗീകാരങ്ങൾ നേടുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൈക്കൂലി കൊടുക്കണം. ഇപ്പൊ ഒരു കെട്ടിടം കെട്ടിപ്പോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബിൽഡിംഗ് എഞ്ചിനീയർക്ക് കൈക്കൂലി കൊടുക്കണം. ആ കൈക്കൂലി കൊടുക്കുന്ന ആര് രേഖയായിട്ട് വെക്കാൻ പറ്റുക? അതിൻ്റെ എമൗണ്ട് കൂടുന്ന സമയത്താണ് ഇതേപോലെ തന്നെ 2.70 കോടി രൂപ എന്നൊക്കെ പറയുക. അത് ചെറിയ എമൗണ്ട്, 50,000 രൂപയാണ്, 1 ലക്ഷം രൂപയാണ്, 2 ലക്ഷം 5 ലക്ഷം രൂപ വരെയൊക്കെയാണ്. ആരും എഴുതി വയ്ക്കില്ല സാർ. പക്ഷെ അപ്പോഴും പറയാനൊരു കാരണമുണ്ട്. ആ ബിൽഡിങ്ങിന്റെ പിന്നെ എന്താ പറയാ, ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സാങ്ഷന് വേണ്ടിയിട്ട് കൊടുത്തതാണ് എന്ന് പറയും. ഇവിടെ അതുപോലും പറയാൻ പിണറായി വിജയനോ മകളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്നാല് ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ പറയുന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആള് നേരിട്ട് ചെയ്യാതെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും ആവശ്യമില്ലല്ലോ. പിണറായി വിജയന്റെ ഓഫീസിൽ പോയി പിണറായി വിജയന്റെ കൂടെ നിന്നൊരു പടമെടുത്ത് ഞാനും പിണറായി വിജയന്റെ ആളാണെന്നുള്ള ബോധ്യപ്പെടുത്തി നമുക്ക് പല കാര്യങ്ങളും ഗുണമുണ്ടാവും. കാരണം മുഖ്യമന്ത്രി നേരിട്ട് ബന്ധമുള്ള ആളാണ്. ഇങ്ങനെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പണം പ്രയോജനപ്പെടും. എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ മകള് നേരിട്ട് രംഗത്ത് വരുന്ന, ഈ മകളെന്ന് പറഞ്ഞ സാധാരണ മകളൊന്നുമല്ല, വളരെ സർവ്വശക്തിയായിട്ടുള്ള മകളാണ് മകള്. ആ മകൾ അതിൻ്റെ പേരിൽ മകള് തീരുമാനിച്ച ആളെ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല, ആ വിവാഹം കഴിച്ച ആള് ആരോഗ്യമുള്ള ഡോക്ടറായിരിക്കുന്ന മറ്റൊരു സ്ത്രീയെ ഉപേക്ഷിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അത്രയും കരുത്തുള്ള മകളാണ് പിണറായി വിജയന്റെ മകള് വീണ ഒരു സാധാരണ ഒരു സ്ത്രീയൊന്നുമല്ല. അതുകൊണ്ടാണ് അവര് കേരളത്തിന് വെളിയിൽ പോയിട്ട് ഒരു വ്യവസായം ആരംഭിച്ചു. ആ എക്സൈലോജിക് ആരംഭിക്കുന്നത് അവിടെ കേരളത്തിന് വെളിയിലാണ് ആരംഭിക്കുന്നത്. അത് അവിടെ അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള രണ്ടാമത്തെ വിഷയം. അതിനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ നടത്തിയിട്ട് അവർക്ക് നല്ല പരിചയമുണ്ട്. ഈ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ സ്വാധീനം വിനിയോഗിക്കപ്പെടും. ഇവർക്ക് എന്തെല്ലാം സ്വാധീനമാണ്. ഒരു മന്ത്രി ഭർത്താവ്, അച്ഛൻ മുഖ്യമന്ത്രി, ഇത്തരം അസാമാന്യമായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള അസാമാന്യമായിട്ടുള്ള ബന്ധങ്ങളുള്ള സ്ത്രീയാണ് അവര്. ആ ബന്ധത്തിന്റെ വിനിയോഗമാണ് നടക്കുന്നത്. അങ്ങനെ ബന്ധങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽപ്പെട്ട സ്വാധീനമുള്ള ആളുകളുടെ ബന്ധത്തെ വിനിയോഗിച്ചുകൊണ്ട് വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന വിശ്വസിക്കുന്ന വ്യവസായികള് അവര് സ്വാഭാവികമായിട്ട് പണം കൊടുക്കുമോ? അപ്പൊ അതിനെന്താ തെറ്റ്? അവര് പണം കൊടുത്തു, അവർക്ക് കാര്യം നടന്നു, അത് മതിയല്ലോ അവരെ സംബന്ധിച്ച്. പണം കൊടുത്തവന്റെ പ്രശ്നമാണോ പണം വാങ്ങിക്കുന്നവന്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് പ്രശ്നം. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് SFIയുടെ അന്വേഷണം അട്ടിമറിക്കാൻ വീണ വിജയനും അച്ഛൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രമിക്കുമോ? അല്ല, ശ്രമിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് സാധ്യമല്ല. കാരണം SFIയുടെ അന്വേഷണം ഏകദേശം അതിനൊന്ന് പ്രോസിക്യൂഷന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള നിലയ്ക്ക് ഇതിനെ സംബന്ധിച്ച് ഇനി വളരെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമേ പൊതുസമൂഹത്തിന് അവൈലബിൾ ആണ്, ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇനി ഒരു അട്ടിമറിയുടെ സാധ്യതയില്ല. മറിച്ച് പിണറായി വിജയൻ താൻ ചെയ്തു കൂട്ടിയ 10 കൊല്ലക്കാലം ചെയ്തുകൊണ്ടിരുന്ന ജനവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ധാരണ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിന് വലിയൊരു സഹായമാണ് ഈ അന്വേഷണം വരുന്നത്. നമ്മൾ SFIയുടെ അന്വേഷണം ഒരു കേവലം 2.70 കോടി രൂപയുടെ അഴിമതിയായിട്ട് വിചാരിക്കേണ്ട. ഇത് 2700 കോടിയോ എത്ര വേണമെങ്കിലും ഉണ്ടാകാം. വലിയ അഴിമതിയായിരിക്കാം. അതിനകത്ത് CMRൽ മാത്രമായിരിക്കണം നിർബന്ധമില്ല. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാവാം. കാരണം അവർക്ക് വ്യവസായ സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്കൊന്ന് കേരളത്തിൽ നിന്ന് പിഴയ്ക്കണ്ടേപ്പാ. കേരളത്തിൽ നിന്ന് പിഴയ്ക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് കാശ് കൊടുക്കണം, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് പണം കൊടുക്കണം, വീണ വിജയനെ തൃപ്തിപ്പെടുത്തണം. ഇതൊക്കെ ഒരു ആവശ്യമാണ് അവരെ സംബന്ധിച്ച്. അതൊക്കെ അവർ ചെയ്തു, അങ്ങനെ പണം വാങ്ങിച്ചു. ഏതാണെങ്കിലും ഒന്നുറപ്പാണ്, ഈ കേസിൽ ഇവര് പിടിക്കപ്പെടുക തന്നെ ചെയ്യും.
ഇവർ ശിക്ഷിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് 6 മാസമാണോ അല്ലെങ്കിൽ 10 വർഷമാണോ എന്നറിയില്ല. അത് കേസിൻ്റെ ഗ്രാവിറ്റി വെച്ചിട്ട് അത് കോടതിയിൽ തെളിയിക്കേണ്ട വസ്തുതയാണ്. ഏതാണെങ്കിലും അവരുടെ ശിക്ഷ അവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ വളരെ വ്യക്തമായിട്ട് അവരാരാണെന്നുള്ളവരും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് SFIയുടെ അന്വേഷണത്തിന് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും.